ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽക്കൊഴുക്കട്ടയുടെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി 1/4 കപ്പ് കടലപ്പരിപ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം 3/4 മണിക്കൂർ കുതിർത്തെടുക്കണം. ഇനി ശർക്കരപ്പാനി റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി 1 കപ്പ് ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഒരു കടായിലേക്ക് 1/2 കപ്പ് വെള്ളം, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നേരത്തെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ച കടലപ്പരിപ്പിൻ്റെ പകുതി ആദ്യം ചേർത്ത് കൊടുക്കണം. പകുതി അവിടെ മാറ്റി വെക്കണം, പിന്നീട് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. വറുത്ത പച്ചരിപ്പൊടി 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് വറുത്തെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. കയ്യിൽ കുറച്ച് എണ്ണയാക്കി കൊടുത്തിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയേ. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ മൊത്തം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു കടായിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൂടെ നേരത്തെ മാറ്റി വെച്ച കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച ശർക്കരപ്പാനി ഇതുപോലെ അരിച്ചു കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ ഉരുട്ടി മാറ്റി വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ വേവാൻ തുടങ്ങിയിട്ട്. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടിയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം. അതും കൂടി നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തിക്കായി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇത് തിളപ്പിക്കരുത്. നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരിയും കൂടെ നെയ്യിൽ വറുത്തെടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിയായ പാൽക്കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.